നമ്മളെന്നൊരു കിടുക്കോസ്കി സ്ഥലത്താണ്ടാ വന്നേക്കണം. ഇന്ന് നമ്മൾ തകർക്കും പൊളിക്കും തിമിർക്കും. അങ്ങനെ ചൂണ്ടിടാനായിട്ട് നമ്മതെ നല്ല അടിപൊളി ചാളയും നല്ല അടിപൊളി ചിക്കനുമാണ് എടുത്തേക്കണേ കേട്ടാ. സ്പോട്ടിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പല കൊമ്പന്മാരെയും നമ്മളിന്ന് നല്ലോണം പൊക്കുവന്നു. കാരണം നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രണ്ട് കയ്യിലും രണ്ട് ചൂണ്ടയും പിടിച്ചുകൊണ്ടാണ് ഇരുന്ന് ചൂണ്ടിട്ടത്. ഇടക്കും തലക്കും മീൻ കൊത്തണുണ്ടെങ്കിലും അങ്ങനെ വലിയ രീതിയിൽ അങ്ങോട്ട് എടുക്കണില്ല. പിന്നെ ചെറുകിട മീനുകളൊക്കെ ഞാനിവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. എൻ്റെ ചാള അമോണിയമായിരുന്നു. കാരണം പൂച്ചക്കും പട്ടിക്കും അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആരും കഴിച്ചില്ല. പിന്നീട് ഞാനൊന്നും ചിന്തിക്കാൻ നിന്നില്ല. ചാള വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വേറെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. സ്പോട്ടും മാറി ഞാൻ റോറോ ജെട്ടിയിലോട്ട് നേരെ എത്തി. ഇതും നല്ല കിണ്ണം കാച്ചി കിടിലോസ്കി സ്പോട്ടാണ് കേട്ടോ. പിന്നെ ക്ഷമയുടെ ഒരു കാത്തിരിപ്പിന് ശേഷം വഞ്ഞട ഒരു മല്ലൻ സാധനം. ഇവൻ റോറോൻ്റെ റാമ്പിന്നാണ് നമുക്ക് അടിച്ചെങ്കിലും കുറേ ഓടി തളർത്തി. ഞാൻ അരികത്തെത്തിയിട്ട് അവൻ നല്ല ഹുക്കപ്പാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എൻ്റെ സ്വന്തം ക്യാമറയും കൊണ്ട് ഒറ്റക്കൈ കൊണ്ട് മീനെ പിടിച്ച് ഒറ്റക്കൈ കൊണ്ട് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നെ സമ്മതിക്കണോ അല്ലേ, ഷമ്മി ഹീറോടാ ഹീറോ. ഇതിനു മുമ്പ് നമുക്കൊരു ചെമ്പല്ലിക്കുഞ്ഞുങ്ങളെ അടിച്ച്, പക്ഷെ സാങ്കേതിക തകരാറ് കൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെയും എങ്ങാനും ഒരു ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം കൂടി ഞാൻ ചൂണ്ടിയിട്ട് നോക്കിയിട്ടാ അടുത്തേക്ക് വേണ്ടി. പക്ഷേ തക്കം കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ പിന്നീട് ഒരു മീൻ പോലും നമ്മുടെ ചൂണ്ടയെ കുത്തിയില്ല കേട്ടോ. പിന്നെ കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഞാൻ വലയിൽ നേരെ മീനെയൊക്കെ പുറത്തോട്ട് എടുത്തിട്ട് പാക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോയി മീൻകറിയും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് ഇനി നൈറ്റ് ഹണ്ടിങ്ങിന് വരാനുള്ള പ്ലാനാണ്. അങ്ങനെ വട്ടിൻ്റെയും പ്രാന്തിൻ്റെയും നാളുകൾ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.